ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം ഇതിന് ഞാൻ നല്ല പഫ് പൂരിയും ബാജിയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ആദ്യം കിഴങ്ങ് ബാജി വെക്കാൻ വേണ്ടി കിഴങ്ങ് 2 വലിയ ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിൽ 2 വിസിലിന് വേവിച്ചു. അത് വേവാൻ വെച്ചപ്പോൾ ഞാൻ ഇപ്പുറത്ത് പൂരിക്കുള്ള ഒരു ഗ്ലാസ് ആട്ടപ്പൊടി, ഒരു അര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തു. നല്ല മയപ്പെടുത്തി കുഴച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കറി റെഡിയാക്കി. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉരുളകൾ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കിഴങ്ങ് വെന്തിട്ടുണ്ട്. അത് ഞാനൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം, ഒരു തിക്നെസ്സിന് വേണ്ടി. അങ്ങനെ ഇതൊന്നുകൂടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കണം. തിള വരുമ്പോൾ നിർത്താം ഇതിലോട്ട്. അതിന് ശേഷം നമുക്ക് കടുവും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം. അങ്ങനെ നല്ല ബാജി റെഡി ആയിട്ടുണ്ട്. ഇനി പൂരി ചുടാൻ പോവുകയാണ്. അങ്ങനെ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം തിള വരുമ്പോൾ മാത്രമേ ഇതിട്ട് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പൂരി ശരിയാവില്ല, എണ്ണ കുടിക്കുകയും ചെയ്യും, നല്ലപോലെ പൊങ്ങില്ല. അപ്പോൾ ഇതിങ്ങനെ പരത്തുമ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ ഒന്ന് മുക്കി കൊടുത്തിട്ട് വേണം. പ്രസ് പാനിൽ ഇച്ചിരി എണ്ണ ഒന്ന് തൂക്കി കൊടുക്കണം അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ കൂടിൽ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പൂരി കിട്ടും. അങ്ങനെ നമ്മൾ ഓരോന്നും അങ്ങനെ ചെയ്തെടുത്തു. പൂരി പിന്നെ ഉണ്ടാക്കി ഉടനെ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചൊങ്ങിപ്പോവും. അപ്പം ഇങ്ങനെ ക്രിസ്പിയായിട്ട് കഴിക്കണമെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണം. ഇതിപ്പോൾ ഒരു അബദ്ധം പറ്റിയത്, എണ്ണ ഇന്നലെ കേക്ക് പൊരിച്ച എണ്ണ ആയതുകൊണ്ട് പാം ഓയിലാണ്. അത് ഇച്ചിരി ഒന്ന് കറുത്തിട്ടുണ്ട്. അപ്പം പൊരിച്ചതല്ലേ, പൊരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് നല്ല എണ്ണ എപ്പോഴും നല്ല തിളച്ച എണ്ണ കിടക്കണം, തീ കുറക്കാൻ പാടില്ല. അപ്പോഴാണ് പൂരി ശരിയാവാതെ വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പൂരി നല്ലപോലെ വരും. പിന്നെ പൂരിക്ക് കുഴക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ആട്ടപ്പൊടിയും ഒരു 1/4 കപ്പ് ആട്ടപ്പൊടിയും ചേർത്ത് കൊടുത്താൽ ഇതിലും ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാവും. പക്ഷേ ഞാൻ ഇതിപ്പം ആട്ടപ്പൊടി മാത്രമാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.